നെയ്ച്ചോറാണ് ഉണ്ടാക്കാനുള്ളത്. അതിലേക്കുള്ള ഇതൊക്കെ അരിഞ്ഞു വെച്ചേക്കാണ്, പച്ചക്കറികളൊക്കെ. ഇനിയിപ്പോൾ നമ്മൾ നെയ്ച്ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതാ നെയ്ച്ചോറിനുള്ള ചെമ്പ് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി ചെമ്പ് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് ഉള്ളി ഒന്നും ഇടണ്ട സാർ. അതിലേക്ക് അളന്നിട്ടാണ് കേട്ടോ പറഞ്ഞ, അരിക്ക് അനുസരിച്ചിട്ടാണ് വെള്ളം. മതിയോ? അതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുകയാണ്, ഗ്രാമ്പും പട്ടി. എന്നിട്ട് അതിലേക്ക് ഗ്രാമ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഗ്രാമ്പും പട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വലിയുള്ളി, ക്യാരറ്റ്, പച്ചമുളക്, കുരുമുളകും. പിന്നെ നമ്മൾ ഇതിലേക്ക് ഏലക്കായി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ. വെള്ളം തിളയ്ക്കുമ്പോഴേക്ക് നമുക്ക് അരി കഴുകാം. അപ്പം നമ്മുടെ അരി നല്ലോണം കഴുകിയിട്ടുണ്ട്. അത് നമ്മൾ വെള്ളം ഇല്ലാതെ ഊറ്റി ഇങ്ങോട്ട് മാറ്റുകയാണ് കേട്ടോ. നമ്മൾ അരി അതിലേക്ക് എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതാ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. മൂടാനായോ? വേഗുന്നവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ അതാ നമ്മൾ ഇളക്കി വേവിച്ചു. നമ്മളത് ദമ്മിട്ടേക്കാണ് കേട്ടോ. വെന്ത് കഴിഞ്ഞപ്പോൾ അടുപ്പിലെ കണലെടുത്തിട്ട് ഒരു മൂടി വെച്ച് അതിൻ്റെ മുകളിലേക്ക് കണലൊക്കെ വാരിയിട്ടാണ്. ഇത് നെയ്ച്ചോറിലേക്കുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മൾ വറുത്ത് കോരിയെടുക്കുകയാണ്. അപ്പം നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുത്ത് ഇനി നമ്മൾ അതിലേക്ക് വലിയുള്ളിയാണ് വറുക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ നെയ്ച്ചോറിലേക്കുള്ള അണ്ടിയും മുന്തിരിയും ഉള്ളിയും വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇറച്ചിക്കറിയിലേക്ക് വറവിടാണ്. ഇത് ഇവിടെ തേങ്ങക്കൊത്തു എന്നൊക്കെ പറയും. അതാണ് ചെറുതാക്കി അരിഞ്ഞത്. അത് നമ്മൾ മൂപ്പിച്ചിട്ട് ഇറച്ചിക്കറിയിലേക്ക് ആക്കാനാണ് ഇട്ടത്. അപ്പം നമ്മൾ ഇറച്ചിക്കറിയിലേക്ക് വറവിട്ടു കേട്ടോ. ഇത് നമ്മളിനി തൈരിലേക്കാണ്. വെല്ലുള്ളിയും ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, പച്ചമുളകും ക്യാരറ്റും. ഇനി തൈരും ഉപ്പും മതി കേട്ടോ. മുഴുവൻ വേണം സാർ? എന്തിനാ മുഴുവൻ? എന്തിനാണെന്ന് അത് മതി. എന്ത് മതിയില്ലേ സാർ? ബാക്കി ആയിക്കിടക്കും കേട്ടോ. അപ്പം അതേ തൈര് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അച്ചാർ അത് പീടിയെന്ന് മേടിച്ചതാണ്. എളുപ്പമായോ? അയ്യോ. അപ്പം അതാ നമ്മൾ ദമ്മ് തുറന്നിട്ടുണ്ട്. ചോറൊക്കെ പാകമായിട്ടുണ്ട്. അപ്പം അതെല്ലാം ആയിട്ടുണ്ട്. ഇത് നമ്മൾ അവിടേക്ക് കൊടുക്കാൻ എടുത്ത് വെച്ചതാണ്. നെയ്ച്ചോറുണ്ട്, ചിക്കൻ കറി ഉണ്ട്, തൈര്, അച്ചാറ് ഉണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം 3 വീട്ടിലേക്കാണ് കേട്ടോ നമ്മളിങ്ങനെ കൊടുക്കുന്നത്. അവരും അവരുടെ ആഘോഷമൊക്കെ വരുമ്പോൾ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുതരും.